നമസ്കാരം. ഞാൻ അഞ്ജിത ജയൻ. ആം, ഞാൻ ഹോളിമാതയിൽ ജോയിൻ ചെയ്യുന്നത് 2020 ജോയിൻ ചെയ്യുന്നത്. ഞാനൊരു ഫ്രണ്ട് വഴി പറഞ്ഞതൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ വേറൊരു സ്ഥാപനത്തിലാണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടോ എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ ഇവിടെ തന്നെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ 17 പാസ് ഔട്ടാണ്. അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് വന്ന് ഞാൻ വേറെ ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഈ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്ന ടൈമിൽ ഇത് ഓൺലൈൻ ക്ലാസ് കൂടി ആയതുകൊണ്ടാണ് ഞാൻ ശരിക്കും അത് ഓപ്റ്റ് ചെയ്യാനും കൂടി ഒരു റീസൺ കൂടിയാണത്. കാരണം പോയി വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. മോനുണ്ടായിരുന്നു, ചെറുതായിരുന്നു. അപ്പോൾ പഠിക്കാൻ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജാനുവരി തന്നെ ഒരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിൽ ക്ലിയർ ചെയ്യാൻ പറ്റി, ലിസ്റ്റ് വന്നു. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആയി. പിന്നെ ഞാൻ ശരിക്കും ഷിൻഡോ സാറ് തന്ന നോട്ട്സിലും അതുപോലെ തന്നെ ക്ലാസ്സിലും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ക്ലാസ്സുകൾ എല്ലാ ലൈവ് ക്ലാസ്സിലും കയറും. നമ്മൾ റെക്കോർഡഡ് ക്ലാസ് ശരിക്കും റെക്കോർഡ് ക്ലാസ്സൊക്കെ പിന്നെയാണ് നമുക്ക് കിട്ടിത്തുടങ്ങിയത്. സ്റ്റാർട്ടിങ് ടൈമിൽ അത്ര ഉണ്ടായിരുന്നില്ല. എന്നാലും ലൈവ് ക്ലാസ് മിസ്സാക്കാതെ കറക്റ്റായിട്ട് എന്തായാലും കയറാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നോട്ട് സാറിൻ്റെ നോട്ട്സ് തന്നെ പഠിച്ചുകൊണ്ടിരുന്നത്. വേറെ എക്സ്ട്രാ നോട്ട്സ് ഒന്നുമില്ല. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യായിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എപ്പോഴും എക്സാംസ് കണ്ടക്ട് ചെയ്യും. നമുക്ക് കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻസ്, നമുക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കിയും ഒക്കെ ചെയ്യണ്ടായിരുന്നു. സാർ ഓരോ പ്രാവശ്യവും നമ്മൾ മോട്ടിവേഷൻ തരുമ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു ഓരോ നമ്മൾ മിസ്റ്റേക്സ്. അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ, ചില ക്വസ്റ്റ്യൻസിനുണ്ട് 2 ആൻസർ, അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നെഗറ്റീവ് വരാൻ നോക്കുക. അങ്ങനെ ഇതെല്ലാം സാർ പറഞ്ഞ അനുസരിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ജൂലൈയിലൊക്കെ ആയിരുന്നു സെക്കൻഡ് ഗ്രേഡിൻ്റെ ഒക്കെ എക്സാംസ് വന്നത്. ആ എക്സാംസിൽ ഒരു 3-4 ലിസ്റ്റിലുണ്ടായിരുന്നു ഞാൻ. വാട്ടർ അതോറിറ്റി സെക്കൻഡ് ഗ്രേഡ്, വാട്ടർ അതോറിറ്റി തേർഡ് ഗ്രേഡ്, LSCD സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്, PWDയുടെ സെക്കൻഡ് ഗ്രേഡ്, ഇതിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആദ്യം വാട്ടർ അതോറിറ്റിയിലാണ് കയറിയത് തേർഡ് ഗ്രേഡായിട്ട്. കുറച്ചാൾ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഇപ്പോൾ ഡ്രാഫ്റ്റ്സ്മാനായിട്ട് PWDയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാറിൻ്റെ നമ്മളെ ഇടയ്ക്ക് നമ്മൾ ഈ ട്രാക്കിൽ നിന്ന് ഡ്രോപ്പ് ആവുമ്പോൾ സാറിൻ്റെ മോട്ടിവേഷൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് ക്ലാസ് പഠിക്കാനും അതുപോലെ നല്ല മോട്ടിവേഷനായിരുന്നു. നമ്മൾ വേറെ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സാംസ് വരുന്നുണ്ട്, നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് വേറെ ഒന്നും ഡിസ്ട്രാക്റ്റ് ആവണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതുപോലെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും വേഗം ക്ലിയർ ചെയ്യാൻ പറ്റിയത്.